പാക് ഹൈക്കമ്മീഷനിൽ നടക്കുന്ന പാക് ദേശീയ ദിനാചരണത്തിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. ജമ്മുകശ്മീരിലെ വിഘടനവാദി സംഘടനയായ ഹുറിയത്ത് കോൺഫറൻസ് നേതാക്കളെ ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യയുടെ നടപടി. കഴിഞ്ഞ 5 വർഷവും ഹുറിയത്ത് കോൺഫറൻസ് നേതാക്കളെ ക്ഷണിക്കുന്നതിനെ ഇന്ത്യ എതിർത്തിരുന്നെങ്കിലും വിട്ടുനിൽക്കുന്നതുപോലുള്ള കടുത്ത നടപടികളിലേക്ക് കടന്നിരുന്നില്ല. പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം കടുത്ത നടപടികളാണ് ഇന്ത്യ ജമ്മുകശ്മീരിലെ വിഘടനവാദി നേതാക്കൾക്കെതിരെ സ്വീകരിച്ചിരുന്നത്. യാസിൻ മാലിക് അടക്കമുള്ളവരെ കരുതൽ തടങ്കലിലാക്കിയ സുരക്ഷാ സേന മിക്ക വിഘടനവാദി നേതാക്കളുടെയും സുരക്ഷ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ലാഹോർ ഉടമ്പടിയുടെ സ്മരണയിൽ മാർച്ച് 23-നാണ് പാക് ദേശീയ ദിനം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാക് ഹൈക്കമ്മീഷൻ ആസ്ഥാനത്ത് തലേന്ന് വിരുന്നും ദേശീയ ദിനത്തിൽ ആഘോഷ പരിപാടികളും നടക്കും. പക്ഷേ ഇതിലൊന്നിലും ഇന്ത്യ പങ്കുചേരില്ല. ലണ്ടനിൽ നടന്ന ഒരു സെമിനാറിൽ ഹുറിയത്ത് നേതാക്കളായ സയ്യിദ് അലി ഷാ ഗീലാനി, യാസിൻ മാലിക്, മിർവായ്സ് ഉമർ ഫാറൂഖ് എന്നിവരെ പാക് വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറൈഷി ഒരുമിച്ച് ക്ഷണിച്ചതിനെതിരെയും ഇന്ത്യക്ക് കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ത്യയുമായി ഔദ്യോഗിക ചർച്ചകൾ നടക്കുന്നതിനു മുൻപ് ഹുറിയത്ത് നേതാക്കളുമായി പാകിസ്ഥാൻ ചർച്ച നടത്തിയതിനെ തുടർന്ന് ഇതിനു മുൻപ് 2 തവണ നയതന്ത്ര ചർച്ചകൾ തന്നെ റദ്ദാക്കപ്പെട്ടിരുന്നു. അതായത് ഇന്ത്യ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു അണകിട പോലും മാറിയിട്ടില്ല. ഭീകരവാദത്തെ തുരത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകും. അതിന് വിരുദ്ധമായി, അതിന് വിഘാതമായി പാകിസ്ഥാൻ ചെയ്യുന്നത് എന്ത് സംഭവമായാലും അതിനോടൊത്ത് സഹകരിക്കില്ല. ഏറ്റവും ഒടുവിലെ പാകിസ്ഥാനിൽ ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാനുമായി സഹകരിക്കില്ല എന്നുള്ള നിലപാട് അതിന് ഒടുവിലത്തെ ഉദാഹരണമാണ്. പ്രത്യേകിച്ചും പാക് ഹൈക്കമ്മീഷനിൽ നടക്കുന്ന പാക് ദേശീയ ദിനാചരണത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം, അതും വിഘടനവാദി സംഘടനയായ ഹുറിയത്ത് കോൺഫറൻസ് നേതാക്കളെ ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യയുടെ നടപടി. നേരത്തെയും 2 തവണ ഇത്തരത്തിൽ ഇന്ത്യ ബഹിഷ്കരിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ചും പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം വിഘടനവാദി നേതാക്കൾക്കുള്ള സുരക്ഷ ഇന്ത്യ കുറച്ചിരുന്നു. മാത്രവുമല്ല, ചിലരെ കരുതൽ തടങ്കലിലൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യാസിൻ മാലിക് അടക്കമുള്ളവരെയാണ് ഒരു മുൻകരുതലിന്റെ ഭാഗമായി കരുതൽ തടങ്കലിലാക്കിയിരുന്ന സുരക്ഷാ സേന. മിക്ക വിഘടനവാദി നേതാക്കളുടെയും സുരക്ഷ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഹുറിയത്ത് നേതാക്കളെ, വിഘടനവാദി നേതാക്കളെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചാൽ അവർക്കൊരു പ്രത്യേക ക്ഷണം കൊടുത്ത് അവിടെ ഇന്ത്യ ക്ഷണിച്ചാൽ ഇന്ത്യ പോകില്ല എന്നുള്ള ഒരു നിലപാട്, അത് കുറച്ചു മുൻപ് കുറച്ച് മയപ്പെട്ടതായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇപ്പോൾ പരസ്യമായി ആ നീരസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ സഹകരണത്തിന് തയ്യാറല്ല. ഹുറിയത്ത് നേതാക്കൾ പങ്കെടുക്കുന്ന വേദിയിൽ ഇന്ത്യ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഇപ്പോൾ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചടങ്ങ്, നാളെ നടക്കുന്ന മാർച്ച് 23-ന് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങിൽ ഇന്ത്യ പങ്കെടുക്കില്ല, പൂർണ്ണമായും വിട്ടുനിൽക്കും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ. ഏതായാലും ഇന്ത്യയുമായി പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുമോ, ഇനി പാകിസ്ഥാൻ എന്ത് സമ്മർദ്ദമായിരിക്കും നടത്തുക, ഇതൊക്കെ ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ഏതായാലും ഇതിനു മുൻപും 2 തവണ നയതന്ത്ര ചർച്ചകൾ റദ്ദാക്കപ്പെട്ടിരുന്നു. 2 തവണ ഇത്തരത്തിൽ ഹുറിയത്ത് നേതാക്കളുമായുള്ള ഒരു ആശയക്കുഴപ്പത്തിനെ തുടർന്ന് ഇന്ത്യ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഈ ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ നടത്താൻ പോകുന്ന ഈ പരിപാടികളിലൊന്നും ഇന്ത്യയുടെ സാന്നിധ്യം ഉണ്ടാകില്ല. പുൽവാമയിലുള്ള ഇന്ത്യയുടെ പ്രതിഷേധം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. പ്രത്യേകിച്ചും വിഘടനവാദി സംഘടനയായ ഹുറിയത്ത് കോൺഫറൻസ് നേതാക്കളെ ക്ഷണിച്ചതിലെ അമർഷം അതുതന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നത്.